ഇറാൻ ഇപ്പോൾ ആണവായുധങ്ങൾ നിർമ്മിക്കാൻ ആവശ്യമായ യുറേനിയം സമ്പുഷ്ടീകരണ ശേഷി വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇത് മേഖലയിൽ അസ്ഥിരതയ്ക്കും ഇസ്രയേലിന് ഭീഷണിയാകുമെന്നും അമേരിക്കയും ഇസ്രയേലും ഭയപ്പെടുന്നുണ്ട്. ഇറാൻ ആണവായുധങ്ങൾ നിർമ്മിക്കുന്നത് തടയാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് ഇസ്രയേൽ ആവർത്തിച്ച് പ്രസ്താവിച്ചിട്ടുണ്ട്. ആണവ കരാർ പുനരുജ്ജീവിപ്പിക്കാനുള്ള ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും ഇറാൻ ആണവായുധ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന യുറേനിയം സമ്പുഷ്ടീകരണം നിർത്തണമെന്നും ആണവ പദ്ധതി പൂർണ്ണമായി നിർത്തലാക്കണമെന്നുമാണ് അമേരിക്കയുടെ ആവശ്യം. എന്നാൽ NPT പ്രകാരം യുറേനിയം സമ്പുഷ്ടീകരിക്കാനുള്ള അവകാശം തങ്ങൾക്കുണ്ടെന്നും സിവിലിയൻ ആവശ്യങ്ങൾക്കായി കുറഞ്ഞ നിലയിലുള്ള സമ്പുഷ്ടീകരണം നിലനിർത്തുമെന്നും ഇറാൻ പറയുന്നുണ്ട്. ഈ വിഷയത്തിൽ സമവായത്തിലെത്താൻ കഴിയാത്തത് അന്താരാഷ്ട്ര തലത്തിൽ വലിയൊരു പ്രതിസന്ധിയാണ്. ഇറാൻ മേഖലയിലെ തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നതും അന്താരാഷ്ട്ര ബന്ധങ്ങളെ വഷളാക്കുന്നുണ്ട്. ഇറാൻ പിന്തുണയ്ക്കുന്ന സായുധ സംഘങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് ഇറാൻ തയ്യാറല്ല. ഇത് പശ്ചിമേഷ്യയിൽ സംഘർഷ സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട്. ഹൂതി, വിമതർ, ഹിസ്ബുള്ള, സിറിയയിലെയും ഇറാഖിലെയും ഷിയ മിലിഷ്യകൾ തുടങ്ങിയ സംഘങ്ങളെ ഇറാൻ പിന്തുണയ്ക്കുന്നത് സൗദി അറേബ്യ, ഇസ്രയേൽ തുടങ്ങിയ രാജ്യങ്ങളുമായി വലിയ സംഘർഷങ്ങൾക്ക് വഴിയൊരുക്കുന്നുണ്ട്. 2024 ഇസ്രയേലും ഇറാനും തമ്മിൽ 2 തവണ നേരിട്ടുള്ള സംഘർഷങ്ങൾ ഉണ്ടായിരുന്നു. ഇത് മേഖലയിൽ ഒരു വലിയ യുദ്ധത്തിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട്. ഈ പ്രശ്നങ്ങളെല്ലാം ഇറാനെ കടുത്ത അന്താരാഷ്ട്ര സമ്മർദ്ദത്തിലുമാക്കി. രാഷ്ട്രീയ പ്രതിഷേധങ്ങളും ആഭ്യന്തര അസ്ഥിരതയും, ഹിജാബ് നിയമങ്ങൾക്കെതിരെയും മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെയും ഇറാനിൽ ശക്തമായ പ്രതിഷേധങ്ങളും നടക്കുന്നുണ്ട്. 2022 വുമൺ ലൈഫ് ഫ്രീഡം പ്രക്ഷോഭം ഇതിനൊരു ഉദാഹരണമാണ്. ഹിജാബ് നിയമം ലംഘിച്ചുവെന്ന് ആരോപിച്ച് സദാചാര കസ്റ്റഡിയിലെടുത്ത മക്സ അമിനി എന്ന യുവതിയെ പോലീസ് മർദ്ദിച്ചതിനെ തുടർന്ന് ഈ പ്രക്ഷോഭം രാജ്യവ്യാപകമായി പടരുകയും ഭരണകൂടത്തിനെതിരെ വലിയ തോതിൽ പ്രവർത്തിക്കുകയും ചെയ്തു. അതോടൊപ്പം വെല്ലുവിളി ഉയർത്തുകയും ചെയ്തു. എങ്കിലും ഈ പ്രതിഷേധങ്ങളെ സർക്കാർ ശക്തമായി അടച്ചമർത്തുകയാണ്. പ്രതിഷേധക്കാരെയും മനുഷ്യാവകാശ പ്രവർത്തകരെയും തടങ്കലിൽ വയ്ക്കുകയും ക്രൂരമായി ശിക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. പലർക്കും വധശിക്ഷ പോലും വിധിച്ചു. 2025 മെയ് മാസത്തിൽ ട്രക്ക് ഡ്രൈവർമാർ രാജ്യവ്യാപകമായി പണിമുടക്ക് ആരംഭിച്ചത് ഇറാനിലെ ആഭ്യന്തര അസ്ഥിരതയുടെ മറ്റൊരു സൂചനയാണ്. ഉയർന്ന ഇൻഷുറൻസ്, അറ്റകുറ്റപ്പണി ചെലവുകൾ, വഷളായ സാമ്പത്തിക സാഹചര്യങ്ങൾ എന്നിവയെല്ലാം ഇതിന് കാരണമായി. ഇന്ധന സബ്സിഡി വെട്ടിക്കുറയ്ക്കാനുള്ള സർക്കാർ നീക്കമാണ് ഈ സമരത്തിന് ആക്കം കൂട്ടിയത്. ഇത്തരം സാമ്പത്തിക പ്രക്ഷോഭങ്ങൾ 2019 ഇന്ധന വില വർധനവിനെതിരെയുള്ള പ്രക്ഷോഭങ്ങൾ പോലെ ഭരണകൂട വിരുദ്ധ പ്രക്ഷോഭങ്ങളായി മാറാൻ കഴിയും. ജനങ്ങൾ സാമ്പത്തികമായി ദുരിതം അനുഭവിക്കുമ്പോൾ അത് ഭരണകൂടത്തിനെതിരെയുള്ള പ്രതിഷേധങ്ങളായി മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇറാൻ ഒരു ഗുരുതരമായ പാരിസ്ഥിതിക പ്രതിസന്ധിയെയും അഭിമുഖീകരിക്കുന്നുണ്ട്. തടാകങ്ങൾ, നദികൾ, തണ്ണീർത്തടങ്ങൾ എന്നിവയുടെ നഷ്ടം, ഭൂഗർഭജലത്തിന്റെ കുറവ്, വനനശീകരണം, നഗര ജലസ്രോതസ്സുകളിലേക്ക് മലിനജലം ഒഴുക്കിവിടുന്നത് മൂലമുണ്ടാകുന്ന ജലമലിനീകരണം, ഭൂമി ഇടിഞ്ഞു താഴൽ, നിലവാരം കുറഞ്ഞ ഇന്ധനങ്ങൾ, വ്യവസായ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നത് മൂലമുണ്ടാകുന്ന വായു മലിനീകരണം എന്നിവ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ജലക്ഷാമം ഇറാനിലെ പ്രധാന പാരിസ്ഥിതിക പ്രശ്നങ്ങളിൽ ഒന്നാണ്. അശാസ്ത്രീയമായ ജല മാനേജ്മെന്റ്, അണക്കെട്ടുകളുടെ നിർമ്മാണം, അമിതമായ ജലസേചനം എന്നിവയെല്ലാം ജലനിരപ്പ് കുറയ്ക്കാൻ കാരണമായിട്ടുണ്ട്. ഉർമിയ തടാകം വറ്റിവരളുന്നത് ഇതിനൊരു ഉദാഹരണമാണ്. ജലക്ഷാമം കാർഷിക മേഖലയെയും ജനജീവിതത്തെയും പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. വായു മലിനീകരണവും ഇറാനിലെ പ്രധാന നഗരങ്ങളെ അലട്ടുന്ന മറ്റൊരു പ്രശ്നമാണ്. നിലവാരം കുറഞ്ഞ ഇന്ധനങ്ങളുടെ ഉപയോഗം, വാഹനങ്ങളുടെ വർധനവ്, വ്യവസായശാലകളിൽ നിന്നുള്ള മാലിന്യം എന്നിവയെല്ലാം വായുവിന്റെ ഗുണനിലവാരം കുറയ്ക്കുന്നുണ്ട്. ഇത് ശ്വാസം മുട്ടൽ പോലുള്ള രോഗങ്ങൾക്കും കാരണമാകുന്നുണ്ട്. ഈ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ രാജ്യത്തിന്റെ സാമൂഹികവും സാമ്പത്തികവുമായ അവസ്ഥയെ കൂടുതൽ വഷളാക്കുന്നുണ്ട്. ജലക്ഷാമവും കൃഷിനാശവും ഗ്രാമീണ മേഖലകളിൽ നിന്നും നഗരങ്ങളിലേക്ക് കുടിയേറ്റത്തിന് കാരണമാകുന്നു. ഈ നഗരങ്ങളിൽ അധിക ജനസാന്ദ്രതയും മറ്റ് സാമൂഹ്യ പ്രശ്നങ്ങളും സൃഷ്ടിക്കുകയും ചെയ്യും. ചുരുക്കത്തിൽ സാമ്പത്തിക തകർച്ച, മനുഷ്യാവകാശ ലംഘനങ്ങൾ, ആണവ കരാറുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര തർക്കങ്ങൾ, ആഭ്യന്തര പ്രതിഷേധങ്ങൾ, പാരിസ്ഥിതിക പ്രശ്നങ്ങൾ എന്നിവയെല്ലാം ഇറാനിൽ അതിന്റെ സമീപകാല ചരിത്രത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളികളിലേക്ക് നയിക്കുന്നുണ്ട്. ഈ പ്രശ്നങ്ങൾക്ക് സമഗ്രമായ പരിഹാരങ്ങൾ കണ്ടെത്താൻ ഇറാൻ ഭരണകൂടത്തിന് സാധിക്കുമോ എന്നതിനെയും രാജ്യത്തിന്റെ ഭാവി, ഈ പ്രതിസന്ധികളെല്ലാം ഇറാനിയൻ ജനതയുടെ ക്ഷമയെ പരീക്ഷിക്കുകയും രാജ്യത്തിന്റെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു.